നമസ്കാരം. UA ഓട്ടോ ലോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിഥുൻ. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്താണെന്നറിയാലോ. അതായത് UAയിൽ എവിടെ നിന്നുള്ളൊരു കാറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താലും അതിന് ആ സെല്ലർക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം ലോൺ ആക്കി തരുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതും ബാങ്ക് ത്രൂ തന്നെ, അതും 0 ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കാറ് മേടിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് മാക്സിമം ലോണിലേക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് തരുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവിനെ നിങ്ങൾ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ്, 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ID കോപ്പീസ്, അതായത് പാസ്പോർട്ട്, വിസ, എമിറേറ്റ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരം ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു തരിക. അതിനുശേഷം നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾക്കൊരു കാർ കണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ കാറിന് നമുക്ക് സെല്ലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാഷ് കൊടുത്തിട്ട് ലോണാക്കി ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന കുറേ സംശയങ്ങൾ എന്ന് പറയാൻ, ഈ സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എൻ്റെ കമ്പനിയിൽ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ്, കുറേ അവസ്ഥകളൊക്കെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്കൊരു ലോൺ ചെയ്ത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെ ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 4 മാസ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് 2 മാസത്തെ പോരെ, അല്ലെങ്കിൽ 1 മാസത്തൊക്കെ പോരെ. അതും ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ 4 മാസ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമറിൻ്റെ 120 days ആണ് ബാങ്ക് കൺസിഡർ ചെയ്യുക നോർമൽ കേസിൽ, അതായത് 4 മാസ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ചില കാര്യങ്ങളിൽ അത് 3 മാസ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ചില ക്രൈറ്റീരിയകളിൽ 1 മാസ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മാസം ചെയ്യണമെങ്കിൽ അത്രയും വലിയൊരു കമ്പനി ആയിരിക്കണം, ആ കമ്പനി ബാങ്കിൽ ലിസ്റ്റഡ് ആയിരിക്കണം, കുറച്ച് കൂടുതൽ സാലറി ഇടണം, അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കസ്റ്റമർ ഈ ചോദ്യങ്ങൾക്ക് നമുക്കൊരു മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു തരിക. അതിനുശേഷം നിങ്ങളുടെ എലിജിബിലിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ഇതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ വിളിക്കുക. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.uaecarloan.com. താങ്ക് യു.